മാളികപ്പുറത്തമ്മ ഇടത് സൈഡിൽ പുറകിലായിരിക്കുന്നത്, ഈ പുള്ളി ഫ്രണ്ടിലേക്ക് നോക്കിയായിരിക്കുന്നു. കണ്ടുപോയാൽ അന്നേരം പുള്ളിയുടെ നൈഷ്ഠിക ബ്രഹ്മചര്യം തകർന്നു പോവുകയും പുള്ളി അക്ഷരാർത്ഥത്തിൽ ഒരു ബലാത്സംഗ വീരനായി മാറുകയും ചെയ്യുന്നതാണ് ഈ പറയണ കാര്യം. ഈ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും അതിവിടെ എങ്ങനെ അമ്പലം പണിയുന്നുണ്ടെന്ന് പറഞ്ഞത് അതാണോ? അത് JNUവിൽ അമ്പലം പണിതേലേ, അമ്പലത്തിൽ ആൾക്കാർ കൊണ്ടുവന്ന് പൈസ ഇടും, ആ പൈസ എടുത്ത് JNU നടത്താമെന്നാണ് പുതിയ വൈസ് ചാൻസലറെ കണ്ടുപിടുത്തതാണ്. JNU എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉന്നതരായ അനേക ഇന്റലക്ച്വൽസിന് സംഭാവന ചെയ്ത ഒരു വലിയ സംഭവമാണ്. അതിലെ ചെയർമാനാണ്, സ്റ്റുഡൻസ് യൂണിയന്റെ ചെയർമാനാണ് ഇവിടെ ഇരിക്കുന്നത് ഈ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ച്. അപ്പോൾ അവിടുത്തെ പുതിയ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ അമ്പലം പണിയുക. അതിൽ ഭയങ്കര ബുദ്ധിയത് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അമ്പലം പണിതാൽ ഇവന്മാരോട്ട് പൈസ കിട്ടുള്ളൂ. അയോധ്യയെ കൊണ്ടുവന്ന എത്ര രൂപയായിട്ട് ആരൊക്കെ അടിച്ചോണ്ട് പോയെന്ന് ആർക്കും അറിയത്തില്ല. ഇത് ചോദിക്കേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. അയോധ്യയിൽ നിന്ന് പൈസ അടിച്ചുകൊണ്ട് പോകാതിരിക്കും, അതൊക്കെ അവരുടെ കാര്യം. പൈസ കൊടുക്കുന്നതും അവർ, അടിച്ചു മാറ്റുന്നതും അവർ. നമുക്കതിനകത്ത് ഒരു കാര്യം, നമ്മളവിടെ കൊണ്ട് പൈസ ഇടാതിരുന്നാൽ മതി, അത്ര ഉപകാരം നമ്മൾ ചെയ്താൽ. ശബരിമലയിൽ സ്വർണ്ണം അടിച്ചോണ്ട് പോകട്ടെന്ന് അടിച്ചോണ്ട് പോയാൽ എന്താണ് നമ്മൾ ഇത്ര വലിയ വികാരം കൊള്ളേണ്ട കാര്യമുള്ളത്? ഈ പോറ്റിമാർ ചരിത്രത്തിൽ എന്തെങ്കിലും പറമ്പ് കളിച്ച് ജീവിച്ചവരാണോ? അല്ലല്ലോ. അധ്വാനിച്ച് ജീവിച്ചവരൊന്നുമല്ലോ, കച്ചവടം നടത്തി ജീവിച്ചവരാണോ? ഇവരെല്ലാത്ത കാലത്തും കട്ടും മൂട്ടിച്ചും തന്നെ ജീവിച്ചവരാ. ഇപ്പൊ സ്വർണ്ണം മോട്ടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, പണ്ട് പായസമായിരുന്നു. വെള്ളം വ്യത്യാസം. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കില്ലെങ്കിൽ നമ്മൾ പോയി, അത്രയേ ഉള്ളൂ. അപ്പോൾ ശബരിമല സംരക്ഷിക്കാൻ വേണ്ടിയല്ല നമ്മൾ പോകേണ്ടത്. ശബരിമല അവിടെ ഉണ്ടാവുമോ, അതവിടെ ആൾക്കാർ പോയി പ്രാർത്ഥിക്കുമോ ഒക്കെ ചെയ്തോട്ടെ, അതൊന്നും നമ്മളെ എതിരാവണ്ട. പക്ഷെ അവിടെ സ്വർണം സംരക്ഷിക്കാനായിട്ട് അയ്യപ്പന് പോലും പറ്റിയില്ല. പിന്നെ എന്തിനാണ് മനുഷ്യനിങ്ങനെ കഷ്ടപ്പെടുന്നത്? അയ്യപ്പനവിടെ ഉണ്ടല്ലോ, മഹാശക്തിയായിട്ടുള്ള അയ്യപ്പനും പിന്നെ മഹാദേവതയായിട്ടുള്ള മറ്റേ മാളികപ്പുറത്തമ്മ തൊട്ടപ്പുറത്തുമായിട്ട് പുള്ളിയുടെ പുറകിലായിരിക്കുന്നത്. പുള്ളി കണ്ട പ്രശ്നം. എന്തൊക്കെ വിചിത്രമായ ദൈവങ്ങളാണ് നമ്മുടെ. മാളികപ്പുറത്തമ്മ ഇടത് സൈഡിൽ പുറകിലായിരിക്കുന്നത്, ഈ പുള്ളി ഫ്രണ്ടിലേക്ക് നോക്കിയായിരിക്കുന്നു. കണ്ടുപോയാൽ അന്നേരം പുള്ളിയുടെ നൈഷ്ഠിക ബ്രഹ്മചര്യം തകർന്നു പോവുകയും പുള്ളി അക്ഷരാർത്ഥത്തിൽ ഒരു ബലാത്സംഗ വീരനായി മാറുകയും ചെയ്യുന്നതാണ് ഈ പറയണ കാര്യം. ഇത്രയും ബോധക്കേടുള്ള മനുഷ്യർക്ക് ഒരു അമ്പലമൊക്കെ പണിത് കൊടുത്താൽ കാശ് വീഴും. ഇത്രയേ ഉള്ളന്നേ, ബോധക്കേടാണത്. അപ്പം അതുകൊണ്ട് JNUവിൽ ഒരു അമ്പലം പണിയാനുള്ള ഏർപ്പാട് ചെയ്യും ചെയർപേഴ്സൺ. അത് നല്ല വരുമാനം ഉണ്ടാക്കാം. വി ക്യാൻ കളക്ട് മച്ച് മോർ മണി ത്രൂ ദ ടെമ്പിൾ ഇഫ് യു കൺസ്ട്രക്ട് ഇൻസൈഡ് ദ JNU. ഓക്കെ, അവിടെയാണ് ഒത്തിരി അമ്പലത്തിന് സാധ്യത. വലിയ ക്യാമ്പസാണ്, എല്ലാത്തിൻ്റെയും ഫ്രണ്ടിൽ ഓരോ അമ്പലങ്ങൾ പണിയും. അല്ല, പൈസ കിട്ടുമെന്നേ, പൈസ കിട്ടും. ഇവിടെ ഈ മരത്തിൻ്റെ അവിടെ ഒരു ചുവന്ന പട്ടിന്ന് രാത്രി കൊണ്ടൊന്ന് കിട്ടിക്കും. 2 ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ താഴെ പൈസ ആയിരിക്കും. അപ്പോൾ ഇത് വലിയ ബിസിനസ്സാണെന്ന്, ചെറിയ കാര്യമല്ല. ഞാൻ പറയുന്നത് ഇവിടെ ഇപ്പോൾ ഈ സൈഡിലെ മരത്തിലൊരു ചുവന്ന പട്ടി കെട്ടിയിട്ട് അവിടെ വെച്ചാൽ പിറ്റേ ദിവസം നമുക്ക് ചായ കുടിക്കാനും ഭക്ഷണത്തിനുള്ള പൈസ വെറുതെ കിട്ടും. ഒരു പ്രശ്നമില്ല, അവിടെ ഒരു പൂജ നടത്തണ്ട. ഇങ്ങനെയുള്ള വളരെ വിചിത്ര മനുഷ്യരെ നിർമ്മിക്കുന്നതാണ് ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു സംഗതി. അതിൻ്റെ ജന്തു